പ്രിയ ശ്രോതാക്കളെ നമസ്കാരം. ഞാൻ എൻ്റെ പ്രിയ ഗാനങ്ങൾ. ഇന്ന് ഞാൻ എൻ്റെ പ്രിയ ഗാനങ്ങളിൽ അതിഥിയായി എത്തുന്നത് ചലച്ചിത്ര സീരിയൽ താരം യദു കൃഷ്ണൻ. സ്റ്റുഡിയോയിൽ ഒപ്പം MV ശശികുമാർ. ഇന്ന് ഞാൻ എൻ്റെ പ്രിയ ഗാനങ്ങളിലെ വിശിഷ്ടാതിഥി നമുക്കെല്ലാം ചിരപരിചിതനായ ഒരു അഭിനേതാവാണ്. ഇദ്ദേഹം ബാലതാരമായാണ് നമ്മുടെ മലയാളി പ്രേക്ഷകരുടെ മനസ്സിൽ കടന്നുകൂടിയിട്ടുള്ളത്. എല്ലാവർക്കും പെട്ടെന്ന് ഓർമ്മ വരുന്ന വേഷം ഒരുപക്ഷെ സന്മനസ്സുള്ളവർക്ക് സമാധാനം എന്ന ചിത്രത്തിലെ മോനിക്കുട്ടനായിരിക്കും. എന്തായാലും ഈ തിരക്കിനിടയിൽ ആകാശവാണിയുടെ സ്റ്റുഡിയോയിലെത്തിയ അദ്ദേഹത്തെ വളരെ സ്നേഹത്തോടെയും ആദരവോടെയും സ്വാഗതം ചെയ്യുന്നു. യദു കൃഷ്ണനാണ് നമ്മുടെ വിശിഷ്ടാതിഥി. സ്വാഗതം. താങ്ക് യു സോ മച്ച്. ഇന്നും ആളുകളുടെയൊക്കെ മനസ്സിൽ ഇപ്പോഴും നിറഞ്ഞു നിൽക്കുന്നത് ഈ പറഞ്ഞ പോലെ ഞാൻ പണ്ട് ചെയ്ത ബാലതാരമായിരുന്ന സമയത്ത് ചെയ്ത വേഷങ്ങളാണ്. അതെ, അത് ഞാൻ ഇത്രയും വർഷം ടെലിവിഷനിൽ ഒരുപാട് സീരിയലുകൾ ഒരുപാട് കഥാപാത്രങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും എവിടെ ചെന്നാലും ആൾക്കാർ പറയുന്നത് ഈ പറഞ്ഞ പോലെ സന്മനസ്സുള്ളവർക്ക് സമാധാനമോ അതല്ലെങ്കിൽ ഞങ്ങൾ അസ്വസ്ഥരാണ്, ഈ വ്യവസ്ഥയിൽ വിശ്വാസമില്ല എന്നൊക്കെ പറയുന്നത് ആ ഡയലോഗുകളൊക്കെയാണ് ആൾക്കാരുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നത്. കാരണം ഇത് മറക്കാൻ കഴിയാത്ത ചില വേഷങ്ങളായിരുന്നു അത്. ആ സിനിമകൾ വലിയ വിജയങ്ങളായിരുന്നു. പ്രത്യേകിച്ച് യദു കൃഷ്ണനെ കാണുമ്പോൾ പലപ്പോഴും കണക്ട് ചെയ്യുന്ന മോഹൻലാലുമായിട്ടാണ്. മോഹൻലാൽ നല്ല കാച്ചാണല്ലോ എന്ന് പറഞ്ഞ് ചെവിയിൽ പിടിക്കുന്ന ഒരു രംഗമൊക്കെ സന്മനസ്സുള്ളവർക്ക് സമാധാനം അല്ലേ. എങ്ങനെയാണ് ആ ചിത്രത്തിലേക്ക് എത്തുന്നത്? ആ ചിത്രത്തിന് തൊട്ട് മുമ്പുള്ള സിനിമയായിരുന്നു എൻ്റെ ആദ്യത്തെ സിനിമ. വിവാഹിത രീതിയിലെ എന്ന് പറഞ്ഞതായിരുന്നു. മേനോൻ സാറിൻ്റെ സിനിമയായിരുന്നു. ഞങ്ങൾ ഒരു യുവജനോത്സവത്തിന് സമ്മാനം തരാമെന്നാണ് മേനോൻ സാറ്. അവിടെ വെച്ച് അദ്ദേഹത്തെ കണ്ടു. അദ്ദേഹത്തിൻ്റെ അടുത്തൊരു സിനിമയിൽ 2 കഥാപാത്രങ്ങളുണ്ട്. ഇന്നസെൻ്റ് അങ്കിളിൻ്റെയും ലളിതാൻ്റെയും മക്കളായിട്ടുള്ള 2 കുറുമ്പുള്ള 2 പിള്ളേർ. അതിനകത്ത് ആവശ്യമുണ്ടെന്ന് പറഞ്ഞാൽ അതനുസരിച്ചാണ് ഞങ്ങൾ ഊട്ടിയിൽ പോയിട്ട് ആ സിനിമയുടെ ഷൂട്ടിങ്ങിന് ഞാൻ ഇപ്പോഴും ഓർമ്മയുണ്ട്. കാരണം മേനോൻ സാർ കഴിഞ്ഞ ദിവസം എനിക്കിങ്ങനെ മെസ്സേജ് അയച്ചപ്പോഴും ഞാൻ തിരിച്ച് മെസ്സേജ് അയച്ചത് അന്ന് എനിക്ക് സമ്മാനം തരാൻ വന്നപ്പോൾ ഉണ്ടായിരുന്ന ആ ഫോട്ടോ ആണ് തിരിച്ച് മെസ്സേജ് അയച്ചത്. കാരണം അത്ര നല്ല ഓർമ്മകളായിട്ട് നിൽക്കുന്ന കാലങ്ങളായിരുന്നു അത്. ആ സിനിമ ഷൂട്ടിംഗ് കഴിഞ്ഞ ഉടനെ തന്നെ ആണ് ഈ സത്യൻ സാറിൻ്റെ ഈ പടത്തിലേക്ക് ഇങ്ങനൊരു വേഷമുണ്ടെന്ന് പറഞ്ഞു വിളിക്കുന്നത്. പിന്നെ ആ കാലത്ത് ആ സമയത്ത് അങ്ങനെയുള്ള കുറേ കഥാപാത്രങ്ങൾ ചെയ്യാനുള്ള ഭാഗ്യം എനിക്കുണ്ടായി. അത് ശരിക്കും പറഞ്ഞാൽ ഏറ്റവും റിലവൻ്റ് ആവുന്നത് ഇന്നത്തെ കാലത്തെ കുട്ടികൾ പോലും അവരത് ട്രോൾ ചെയ്യുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് അത് വളരെ എന്താ പറയുന്നത് കാലാതീതമായിട്ട് എന്നും പ്രസക്തമാണ്. ചിലപ്പോൾ ആ ഡയലോഗുകളും എല്ലാം ഞങ്ങൾ അസ്വസ്ഥരാണ്. ആ ഡയലോഗൊക്കെ ശ്രീനേട്ടൻ്റെ ഡയലോഗുകൾ എക്കാലത്തും ഇപ്പം നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, എന്താ ദാസ നമുക്ക് ഈ നേരത്തെ തോന്നാത്ത എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള സമയമുണ്ട് മോനെ. അതൊക്കെ ഇപ്പോൾ ഇറങ്ങിയ വർഷങ്ങൾക്ക് ശേഷം എന്ന് പറഞ്ഞ സിനിമയിൽ പോലും ആ ഡയലോഗ് ഉപയോഗിച്ചിട്ടുണ്ട്. ഒരു പഴമൊഴി പോലെ എല്ലാവർക്കും മനസ്സിൽ നിൽക്കുന്ന കുറേ. താങ്കൾ അപ്പോൾ പറഞ്ഞു സത്യനന്ദിക്കാട് വിളിക്കേണ്ടായി സന്മനസ്സുള്ളവർക്ക് സമാധാനം. എറണാകുളത്തായിരുന്നല്ലേ ഷൂട്ടിംഗ്? എങ്ങനെയായിരുന്നു ഈ മോഹൻലാലൊക്കെ ആയിട്ടുള്ള ഇൻട്രാക്ഷൻ? കാരണം താങ്കൾ അന്ന് ചെറിയൊരു കുട്ടിയാണ്. സ്കൂളിൽ 5ാം ക്ലാസ്സിലോ 6ാം ക്ലാസ്സിലോ ആയിരിക്കും. ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുകയായിരുന്നു. 8ാം ക്ലാസ്സിലായിരുന്നു. വലിയൊരു താരത്തോടൊപ്പം അഭിനയിക്കുന്നു. അന്ന് ഒന്നാമത്തെ കാര്യം ലാലേട്ടനെ ഈ പറഞ്ഞ പോലെ അന്നത്തെ സൂപ്പർ സ്റ്റാർ ആണെങ്കിൽ പോലും ഇന്നത്തെ പോലത്തെ ഒരു എന്തുകൊണ്ട് അങ്ങനെ വേറൊരു പരിവേഷം ഇന്ന് മലയാള സിനിമ എന്ന് പറയുന്നത് ലോക സിനിമയിലേക്ക് എത്തി. പല പല ഭാഷകളിൽ അത് ഡബ് ചെയ്യപ്പെടുന്നു. അതല്ലെങ്കിൽ നമ്മുടെ സബ് ടൈറ്റിലൂടെ തന്നെ ലോക രാജ്യങ്ങളിൽ മുഴുവൻ പോകുന്ന സിനിമയായി മാറി. ഇന്നത്തെ ഒരു താരപരിവേഷമല്ല അന്ന്. അത് ലാലേട്ടനൊക്കെ നമ്മുടെ ഈ പറഞ്ഞ പോലെ അന്ന് കാരവൻ യുഗമല്ലായിരുന്നു. നമ്മുടെ കൂടെയൊക്കെ എപ്പോഴും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുകയും അവിടെ ഏതെങ്കിലും ഒരു ചെറിയ ബെഡ്ഷീറ്റോ വല്ലതും കിട്ടുകയാണെങ്കിൽ ഉച്ചയ്ക്ക് തറയിൽ വിരിച്ച് അവിടെ കിടന്ന് ഉറങ്ങുന്ന അങ്ങനെ വളരെ സിമ്പിളായിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു. ഇപ്പോഴും വളരെ സിമ്പിളാണ് അദ്ദേഹം. പക്ഷേ ഫെസിലിറ്റീസ് മാറി. കാലങ്ങൾ കൊണ്ടുള്ള വ്യത്യാസം വന്നിട്ടുണ്ട് മലയാള സിനിമയ്ക്ക്. അങ്ങനത്തെ ഒരു കാലമായിരുന്നു. തന്നെയല്ല അന്ന് ചെറുപ്പത്തിൽ നമ്മളൊരു സീൻ അഭിനയിക്കുന്ന സമയത്തുള്ളൊരു ഉത്കണ്ഠയോ കാര്യങ്ങളോ ഒന്നും അന്ന് ഉണ്ടായിരുന്നില്ല. പിന്നെ കൂടെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അച്ഛനുണ്ടായിരുന്നു, അമ്മയുണ്ടായിരുന്നു, അവരുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടായിരുന്നു. അങ്ങനെ രസകരമായിരുന്നു. നമുക്ക് ആ കാലത്ത് ഓർമ്മിക്കുന്ന ഒരു പാട്ടിലേക്ക് പോയാലോ? ഉറപ്പായിട്ടും അന്നത്തെ കാലത്ത് ആ പടത്തിലെ പാട്ടുണ്ട്. 2 പാട്ടുണ്ട്. ഒന്ന് മറ്റേ പവിഴമല്ലി പൂത്തുലഞ്ഞ നീലവാനം. അതാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ശ്രദ്ധിക്കപ്പെട്ടത്. കാരണം ശ്രീനേട്ടൻ്റെ ഡാൻസും ഒക്കെ വെച്ചിട്ട് അത് നമുക്ക് കേൾക്കാൻ തോന്നുന്നു. തീർച്ചയായും ആ പാട്ടിലേക്ക് പോകും. അതോടൊപ്പം തന്നെ എനിക്ക് തോന്നുന്നു താങ്കളുടെ ടീനേജിൽ കിട്ടിയൊരു വേഷമാണ് വേനൽ കിനാവുകൾ. MTയുടെ സ്ക്രിപ്റ്റായിരുന്നു. കൗമാരപ്രായത്തിലെ 4-5 കുട്ടികൾ അഭിനയിച്ച ചിത്രമായിരുന്നു. ആ ചിത്രത്തിൻ്റെ ഓർമ്മകൾ എന്തെല്ലാമാണ്? ആ ചിത്രത്തിൻ്റെ ഓർമ്മകൾ എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ അതിനകത്ത് അഭിനയിക്കാനിരുന്ന കഥാപാത്രമല്ല അവസാനം അഭിനയിച്ചത്.
അതാണ് അതിൻ്റെ ഒരു വലിയ വലിയ ബാസി എന്നോ മറ്റായിരുന്നു ക്യാരക്ടർ. ബാസി എന്നായിരുന്നു ക്യാരക്ടറിൻ്റെ പേര്. ഞാൻ അഭിനയിക്കാനിരുന്ന ക്യാരക്ടർ എന്ന് പറയുന്നത് മദ്രാസിൽ നിന്ന് വരുന്ന ഒരു ക്യാരക്ടറായിരുന്നു. ഞാൻ അഭിനയിക്കുന്നതിന് മുമ്പ് തന്നെ ഉള്ള ഒരു അനുഭവം എന്ന് പറയുന്നത്, ഞാൻ അതിൻ്റെ ഓഡിഷന് പോയിട്ടുണ്ടായിരുന്നു. ഇവിടെ മസ്കറ്റ് ഹോട്ടലിൽ വെച്ചായിരുന്നു. MD സാറും സേതുമാധവ് സാറും അവിടെ ഉണ്ടായിരുന്നു. ഞാനവിടെ ചെന്നു. അപ്പോൾ ഗസ്റ്റ് റൂമിൽ ഒരാളിരിപ്പുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞു, MD സാർ അകത്തുണ്ട്, ഒന്ന് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. ഞാൻ വെയിറ്റ് ചെയ്തു. അദ്ദേഹം അകത്ത് പോയിട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തിരിച്ചു വന്നെന്ന് പറഞ്ഞു, സാർ വിളിച്ചു, അകത്തോട്ട് വരുമെന്ന് പറഞ്ഞു. ഞാൻ അകത്തേക്ക് ഇരുന്നപ്പോൾ MD സാർ തനതായ രീതിയിൽ ഒരു ബീഡിയൊക്കെ വലിച്ച് അദ്ദേഹം ഇരിപ്പുണ്ട്. അദ്ദേഹത്തിൻ്റെ അടുത്ത് വെച്ചു, നേരത്തെ അഭിനയിച്ചിട്ടുണ്ട് അല്ലേ, ആ കിരീടത്തിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, വേറെ എന്തെങ്കിലും എക്സ്ട്രാ കരിക്കുലറായിട്ട് എന്തെങ്കിലും ചെയ്യാൻ? അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ ഇങ്ങനെ സ്കൂൾ കോളേജിലൊക്കെ നമ്മൾ സ്കിറ്റ്, മൈം, അതുപോലെ തന്നെ കഥകളി, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പം എന്നാൽ കഥകളി ആകട്ടെ, ഒന്ന് കാണിക്കൂ. ഞാൻ കഥകളിയുടെ കുറച്ച് ഭാഗം ചെയ്തു. ശരി, അറിയിക്കാം എന്ന് പറഞ്ഞു. ഒരു മാസത്തിന് ശേഷം അതിൻ്റെ പ്രൊഡ്യൂസർ മോഹൻ ബാബുവിൻ്റെ ഒരു ലെറ്റർ വന്നു, നിങ്ങളെ ഇതിനെ സെലക്ട് ചെയ്തിട്ടുണ്ട്, ഇന്ന ദിവസം നിങ്ങൾ ഷൊർണൂർ എത്തണമെന്ന് പറഞ്ഞിട്ട് ലെറ്റർ വന്നു. ഞാൻ ഷൊർണൂർ എത്തുന്നു. ആദ്യമായി ലൊക്കേഷനിൽ ചെല്ലുമ്പോൾ അന്ന് ഗസ്റ്റ് റൂമിൽ എന്നെ സ്വീകരിച്ച അതേ ആൾ തന്നെ വന്ന് എന്നെ വിളിച്ചകത്ത് കൊണ്ടുപോകുന്നു. സുധീഷിനെയൊക്കെ പരിചയപ്പെടുത്തുന്നു. തിരിച്ച് റൂമിലേക്ക് പോയിക്കോളൂ എന്ന് പറഞ്ഞു. നിങ്ങളുടെ ഇതായിട്ടില്ല, റൂമിലേക്ക് വേണമെങ്കിൽ പോയിക്കോ. ഞാൻ റൂമിലേക്ക് പോയി. 2 ദിവസം കഴിഞ്ഞ് എൻ്റെ രംഗത്തിൻ്റെ ഒരു സമയത്ത് ഞാൻ ലൊക്കേഷനിലേക്ക് വരുമ്പോഴാണ് എൻ്റെ അടുത്ത് സുധീഷ് പറയുന്നത്, ഇദ്ദേഹമാണ് ശ്രീ സേതുമാധവൻ എന്ന്. 2 പ്രാവശ്യം എന്നെ കാണുന്ന സമയത്തും അദ്ദേഹം ഒരു സംവിധായകനായിട്ട് എനിക്ക് തോന്നിയില്ല, ഒരു സാധാരണ മനുഷ്യനായിട്ട്. ആ ഷൂട്ടിങ് കഴിയുന്നത് വരെയും ഇത്രയും സിമ്പിളായിട്ടുള്ളൊരു മനുഷ്യനെ നമുക്ക് കാണാൻ പറ്റില്ല. അത്ര സിമ്പിളായിരുന്നു. എത്ര വലിയ വലിയ ചിത്രങ്ങൾ ചെയ്ത എത്ര സിനിമകൾ. അതെ, സത്യനെ, കമലഹാസനെ ഒക്കെ അഭിനയിച്ച പ്രതിഭയാണ്. അതുപോലെ തന്നെ ആയിരുന്നു ഒരു വലിയ അനുഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ചെയ്യാനിരുന്ന കഥാപാത്രം അതിൻ്റെ ഷൂട്ടിംഗ് ആകുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഈ ബാസി എന്ന് പറഞ്ഞ ക്യാരക്ടറിൻ്റെ ഷൂട്ടിംഗ് തുടങ്ങേണ്ടതാണ് നാളെ. അപ്പോൾ അതിന് അഭിനയിക്കാൻ വന്ന ആൾക്ക് അത് എന്തോ ചെയ്യാൻ പറ്റാതെ വന്നപ്പോൾ എൻ്റെ അടുത്ത് പെട്ടെന്ന് വിളിച്ചിട്ട് എൻ്റെ അസിസ്റ്റൻറ്റ് ഡയറക്ടർ സജിൻ എന്ന് പറഞ്ഞ ആൾ വന്നിട്ട് പറഞ്ഞു, സാറിങ്ങനെ വിളിക്കുന്നുണ്ട്, ഒന്ന് അവിടെ വരെ വരണം. ചെറുതുരുത്തിയിലാണ് അവർ താമസിക്കുന്നത്, ഞങ്ങൾ ഷൊർണൂരുമാണ്. അവിടെ ചെല്ലുന്നു. സേതുമാധവൻ സാറുണ്ട്. സാറിൻ്റെ അടുത്ത് പറഞ്ഞിങ്ങനെ, ഇങ്ങനെ ചെറിയൊരു മാറ്റം വന്നിട്ടുണ്ട്, നിങ്ങൾ ഇതിനകത്തൊന്ന് ചെയ്യിച്ച് നോക്കാൻ വേണ്ടിയിട്ടാണ് വിളിച്ചത്. ഒരു കാര്യം ചെയ്യും, ഞാനൊരു ഡയലോഗ് തരാമെന്ന് പറഞ്ഞിട്ട് അത് ഡയലോഗ് എഴുതി തന്നു. അതൊന്ന് പ്രിപ്പയർ ചെയ്തിട്ട് വരുമെന്ന് പറഞ്ഞു. പ്രിപ്പയർ ചെയ്ത് വന്നു. അതായത് ബാറിനകത്ത് ഇയാൾ ബിയർ കുടിച്ചുകൊണ്ടിരിക്കുന്ന രംഗം കണ്ടിട്ട് വീട്ടിൽ വന്ന് അളിയൻ അച്ഛനോടും പെങ്ങളോടും പറഞ്ഞു എന്നുള്ള തെറ്റിദ്ധാരണയിൽ ഇയാൾ വീട്ടിൽ വന്ന് കയറുകയാണ്. ഒരു ബിയർ കുടിച്ചു, അത്രയേ ഉള്ളൂ, വെറുതായിട്ടൊന്നും സംഭവിച്ചിട്ടില്ല, അതിനിത്ര വലിയ കാര്യമാക്കേണ്ട കാര്യമൊന്നുമില്ലെന്ന് പറഞ്ഞിട്ട് ഇവരോട് പറയുന്നൊരു രംഗമാണ്. ഞാൻ അഭിനയിച്ച് കാണിച്ചു. സാർ പറഞ്ഞു, ഓക്കെ, MD സാറും പ്രൊഡ്യൂസറും വരും, അവർ രണ്ടുകൂടെ വന്നതിന് ശേഷം ഒന്നുകൂടെ നമ്മളൊന്ന് കാണിക്കണം അവരുടെ മുമ്പിൽ. ഞാൻ ഇത് തന്നെ കാണിച്ചത് വലിയ ടെൻഷനിലായിരുന്നു, കാരണം നമ്മൾ പ്രതീക്ഷിക്കുന്നില്ലല്ലോ. അത് കഴിഞ്ഞിട്ട് പിന്നെ അവർ വന്ന് കാണിച്ച്, അങ്ങനെയാണ് പെട്ടെന്ന് ആ ക്യാരക്ടർ മാറി ഇതിലേക്ക് വന്നത്. അപ്പം കുറച്ച് താടിയും മീശയൊക്കെ വളർത്തിയിട്ടുണ്ടായിരുന്നു, അതൊക്കെ വേണ്ട, അങ്ങനെയാണ് ക്യാരക്ടർ കയറുന്നത്. ശരി, കഥകളി പഠിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ. കഥകളി പഠനത്തിലേക്ക് പോകുന്നത് എങ്ങനെയാണ്? സ്കൂൾ പഠിക്കുമ്പോൾ തന്നെ തുടങ്ങിയോ? എൻ്റെ അച്ഛനും അമ്മയും ഭയങ്കര കഥകളി ആരാധകരായിരുന്നു. അത്രമാത്രം, കാരണം ദൃശ്യവേദിയുടെയും കഥകളി ക്ലബിൻ്റെയൊക്കെ മെമ്പർഷിപ്പ് ഉണ്ടായിരുന്നു. വളരെ ചെറുതായിരിക്കുന്ന കാലം മുതൽ ഞങ്ങൾ ദൃശ്യവേദിയിലൊക്കെ പോയി കഥകളി കണ്ട് അതിനോടൊരു താല്പര്യം ഉണ്ടായി. കാരണം കൃഷ്ണനാരാശാൻ ആശാനൊക്കെ ചുട്ടി ഊത്തുന്ന സമയത്ത് അവിടെ പോയിരിക്കും. അതുപോലെ സന്താന ഗോപാലം പോലുള്ള കഥകളൊക്കെ വരുന്ന സമയത്ത് ഈ ബ്രാഹ്മണ കുട്ടികളായിട്ട്, അവസരം കുട്ടികൾ വേണമല്ലോ, അതിലൊരു കുട്ടിയായിട്ട് മിക്കവാറും നമ്മളൊക്കെ വരാറുണ്ട്. അപ്പം ആശാൻ തന്നെ ചോദിക്കും, ഇവനെ കണ്ടു കഴിഞ്ഞാൽ എന്നെ പോലെ ഉണ്ട്, മനോഹരമായിട്ട് പറയാറുണ്ട് ആശാൻ, ഇവൻ എൻ്റെ കുട്ടി തന്നെ, ഇവനെ കണ്ടിട്ട് എൻ്റെ ഭാര്യയെ പോലിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ആശാൻ്റെ ഒരു ഇംപ്രവൈസേഷൻ ഉണ്ട് അവിടെ. അത് കഴിഞ്ഞിട്ടാണ് കഥകളി പഠിക്കണം എന്നുള്ളൊരു തോന്നൽ വരുന്നത്. അപ്പോൾ ആശാൻ പറഞ്ഞിട്ട് തന്നെ FSCT ജയദേവർമ്മ എന്ന് പറഞ്ഞ ആളായിരുന്നു, അദ്ദേഹം വരുന്നത് എൻ്റെ ആശാൻ. 12 വർഷത്തോളം കഥകളി പഠിച്ചു. ശരി, അരങ്ങേറ്റം നടത്തി. പിന്നെ ഒരുപാട് വേഷങ്ങൾ നമ്മൾ പല സ്റ്റേജുകളിൽ, നമ്മുടെ ആകാശവാണിയുടെ, എനിക്ക് ഓർമ്മയുണ്ട്, ആകാശവാണിയുടെ കുട്ടികളുടെ കഥകളി ഉണ്ടായിരുന്നു. അന്നത്തെ ദുര്യോധന പദത്തിൽ ഞാൻ ദുര്യോധനായിരുന്നു. എൻ്റെ അനിയൻ കൃഷ്ണനായിട്ട് അഭിനയിച്ചിട്ടുണ്ട് അതിനകത്ത്. പിന്നെ യുവജനോത്സവങ്ങൾ, കലോത്സവങ്ങളൊക്കെ വന്നപ്പോൾ പിന്നെ ആ രീതിയിലുള്ള. ശരി, പിന്നീട് എന്തുകൊണ്ട് കഥകളി രംഗത്ത് കൂടുതൽ വേഷങ്ങൾ ചെയ്യാൻ ശ്രമിച്ചില്ല? അല്ല, കഥകളി രംഗത്ത് ഒരുപാട് വേഷങ്ങൾ ഞാൻ ചെയ്തിരുന്നു. പിന്നെ ഈ സിനിമാ മേഖലയിലേക്ക് വന്നപ്പോൾ പിന്നെ ആക്ടിംഗ് ആണ് നമ്മുടെ പ്രൊഫഷൻ എന്നുള്ളൊരു ആക്ടിങ്ങിലേക്ക് വന്നു. ഇപ്പോഴും കഥകളി ചെയ്യാൻ വലിയ ആഗ്രഹമുണ്ട്. ആഗ്രഹമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു 10 ദിവസം ചൊല്ലിയാടി കഴിഞ്ഞാൽ ചെയ്യാൻ കഴിയും. കാര്യം വെച്ച് കഴിഞ്ഞാൽ അത്ര ഹൃദയസ്ഥമാണ്. പഠിച്ച കാര്യങ്ങളെല്ലാം നമ്മൾ പണ്ട് സ്കൂളിൽ പഠിച്ച കാര്യങ്ങളൊക്കെ നമ്മുടെ മനസ്സിനകത്ത് എന്നും നിറഞ്ഞിരിക്കും. അപ്പോൾ അതുപോലെ അത്രയും സ്ട്രോങ് ആയിട്ട് നമ്മുടെ മനസ്സിലുണ്ട്. ഒന്ന് അതിന് വേണ്ടിയിട്ടൊന്ന് പ്രാക്ടിക്കലായിട്ട് ഒരു 10 ദിവസം ചൊല്ലിയാടണം. ഒരു പക്ഷേ അക്കാലത്ത് തന്നെ അതിനുവേണ്ടി തയ്യാറെടുപ്പും ചെയ്ത് കാണുമല്ലേ? ചവിട്ടി ഒഴിച്ചില്ല, ശരീരം വളരെ ഫ്ലെക്സിബിൾ ആയിരിക്കും ഇപ്പോഴും. അതെ, പകുതി പുറപ്പാട്, തെക്കോട്ട് മുഴുവൻ പുറപ്പാട് മാത്രമേ ഉള്ളൂ. ഈ പകുതി പുറപ്പാട് എന്ന് പറഞ്ഞാൽ വടക്ക് ഭാഗത്ത് മാത്രമേ ഉള്ളൂ, അതും സാധാരണയല്ല. പിന്നെ അഷ്ടകലാശം എന്ന് പറയുന്നത് നമ്മൾ അങ്ങനെ കോമൺ അല്ല. ഇപ്പോൾ സുഭദ്രാഹരണത്തിൽ ബലഭദ്രനും കൃഷ്ണനും കൊണ്ടുള്ള അഷ്ടകലാശം ചെയ്യുക എന്ന് പറയുന്നത് ഒരു ഭയങ്കര ഭംഗിയാണ്.
കാരണം വളരെ സിങ്കർനൈസ്ഡ് ആയിട്ട് രണ്ടുപേരും ഒരുപോലെ ചെയ്യുന്നത് കാണാൻ ഭയങ്കര ഭംഗി അത് കാണാൻ. അപ്പം ഞാനും എൻ്റെ അനുജനുമൊക്കെ അതുപോലെ ചൊല്ലിയാടി അവതരിപ്പിച്ചിട്ടുണ്ട്. എവിടെയായിരുന്നു അരങ്ങേറ്റം, ഓർമ്മയുണ്ടോ അങ്ങനെ? പിന്നെ അരങ്ങേറ്റം എനിക്കിവിടെ അഭേദാനന്ദ ആശ്രമത്തിലായിരുന്നു. ഇപ്പോൾ കഥകളിയായി ബന്ധപ്പെട്ട് നിരവധി ചിത്രങ്ങൾ വരാറുണ്ട്, വന്നിട്ടുണ്ട്. അങ്ങനെ ആലോചിക്കുമ്പോൾ താങ്കൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അത്തരം ചിത്രം ഏതാണ്? നല്ല പാട്ടുകളുള്ള ചിത്രങ്ങളും വന്നിട്ടുണ്ട്. കഥകളി ബാക്ക്ഡ്രോപ്പിൽ ഇപ്പം ലാലേട്ടൻ്റെ സിനിമയാണ് അങ്ങനെ ഒരു ബാക്ക്ഡ്രോപ്പിലുള്ളത്, കഥകളിയുടെ ബാക്ക്ഡ്രോപ്പിൽ. പിന്നെ അതുപോലെ സായിച്ചേട്ടൻ ചെയ്തൊരു സിനിമയുണ്ട് കേട്ടോ, അതും നല്ലതാണ്. രണ്ട് സിനിമയും നല്ലതാണ്. പക്ഷേ ഞാൻ അഭിനയിച്ച കമലതളം എന്ന് പറഞ്ഞ സിനിമയിൽ കഥകളിയുടെ ബാക്ക്ഡ്രോപ്പൊന്നും ഇല്ലെങ്കിൽ പോലും കലാമണ്ഡലത്തിൽ കുറേ ദിവസം അവിടുത്തെ കളരിയിലൊക്കെ ഒരു ചൊല്ലിയാടുന്നതും കാര്യങ്ങളൊക്കെ എനിക്ക് കാണാനുള്ള ഭാഗ്യമുണ്ടായി. അത് എനിക്കിഷ്ടമാണ് ആ സിനിമ. അപ്പോൾ നമുക്ക് അതിലൊരു ഗാനം കേട്ടാലോ ഇനി? ഉറപ്പായിട്ടും കേൾക്കാം. അതിനകത്ത് നമുക്ക് പ്രേമോദ്ധാരണ എന്ന് പറഞ്ഞ പാട്ട്, നല്ല പാട്ട്. താങ്കൾ സൂപ്പർ സ്റ്റാറുകളായ മമ്മൂട്ടിക്കൊപ്പം അഭിനയിച്ചിട്ടുണ്ട്, മോഹൻലാലിനൊപ്പം. എങ്ങനെയായിരുന്നു ഇവരുമായിട്ടുള്ള ഒരു സൗഹൃദം എന്ന് പറയാമോ? എങ്ങനെയായിരുന്നു അവരുടെ വാത്സല്യം? രണ്ടുപേരും രണ്ട് തരത്തിലാണ്. ലാലേട്ടൻ കുറച്ചുകൂടെ ഫ്ലെക്സിബിളാണ്, എല്ലാവരുമായിട്ടും മിങ്കിൾ ചെയ്ത് എല്ലാവരുമായിട്ടും ഭയങ്കര. നമുക്ക് അങ്ങനെ അല്ലായിരുന്നു. ഇപ്പം നമുക്ക് നേരെ തിരിച്ചായി. കാലങ്ങൾ കൊണ്ടുവരുന്ന മാറ്റമാണ്. നമുക്ക് അധികം ആൾക്കാരോട് അങ്ങനെ സംസാരങ്ങളൊന്നുമില്ല, എന്നാൽ ഭയങ്കര സ്നേഹമുള്ള ഒരാളാണ് നമുക്ക്. കോട്ടയം കുഞ്ഞച്ചനിലായിരുന്നു ഒരുമിച്ച്. അതെ, ഒരുമിച്ച് കോട്ടയം കുഞ്ഞച്ചനിൽ അഭിനയിച്ചു. പിന്നെ എന്നെ തൊമ്മനം മക്കൾ എന്ന് പറഞ്ഞ സിനിമയിലേക്ക് എന്നെ വിളിക്കുന്നത് മമ്മൂക്കയാണ്. ലാലേട്ടനെ സംബന്ധിച്ച് ലാലേട്ടൻ്റെ സിനിമകളിലൊക്കെ ഞാൻ അഭിനയിച്ചിട്ടുണ്ടെങ്കിലും ലാലേട്ടൻ പറഞ്ഞൊരു സിനിമയിൽ എന്നെ വിളിച്ചിട്ടില്ല. പക്ഷെ മമ്മൂക്ക അങ്ങനെയല്ല. മമ്മൂക്ക പറഞ്ഞിട്ട് തന്നെ തൊമ്മനം മക്കൾ എന്ന് പറഞ്ഞ സിനിമയിൽ എന്നെ വിളിച്ചു. അതുപോലെ അദ്ദേഹം ടെലിവിഷൻ കാണുന്ന ഒരാളാണ്. എവിടെയെങ്കിലും വെച്ച് നമ്മളടുത്ത് കാണുമ്പോൾ ഇന്ന രംഗം അല്ലെങ്കിൽ ഒരു സീരിയലോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും എന്തെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് അഭിപ്രായം പറയാറുണ്ട്. അതൊക്കെ നമുക്ക് കിട്ടുന്ന ഒരു വലിയൊരു എൻകറേജ്മെൻ്റാണ്. അത് ശരി. താങ്കളുടെ അഭിനയം ശ്രദ്ധിച്ചു, അതല്ലെങ്കിൽ നന്നായി എന്ന് പറയാറുണ്ട്. അവസാനം ഞങ്ങൾ ഒരുമിച്ച് അതിന് ഒരുമിച്ച് രംഗമില്ലായിരുന്നെങ്കിൽ പോലും വൺ എന്ന് പറഞ്ഞ സിനിമയിൽ അഭിനയിച്ചായിരുന്നു. അതിൽ താങ്കളൊരു പോലീസ് വേഷം ചെയ്തല്ലേ? പോലീസ് വേഷമാണ്. 2 സീനേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പം ഞാൻ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത് സിനിമയിൽ ഒരു പോലീസ് വേഷമാണ്. അത് സുരേഷ് ഗോപിയുടെ പട, JSK എന്നാണ് ആ പടത്തിൻ്റെ പേര്. ഷൂട്ടിംഗ് ഇപ്പം കഴിഞ്ഞിട്ടേ ഉള്ളൂ. എപ്പോഴായിരിക്കും റിലീസ്? അത് ഇപ്പം ഡബ്ബിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അവർ ഡബ്ബിങ് കഴിയുമ്പോഴത്തെ എന്നാണ് റിലീസ് എന്ന് എനിക്കറിയില്ല. ഷൂട്ടിംഗ് പൂർണ്ണമായിട്ട് ഇപ്പോൾ. ശരി. മുതിർന്നതിന് ശേഷം താങ്കൾക്ക് അങ്ങനെ ഇതുപോലെ എടുത്തു പറയുന്ന, ശ്രദ്ധിക്കുന്ന, താങ്കളുടെ ഡയലോഗുകളുള്ള വേഷങ്ങൾ അങ്ങനെ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടോ? മുതിർന്നിട്ട് ഞാൻ ചെയ്ത ഒരു ക്യാരക്ടർ എന്ന് പറയാൻ ശരിക്കും പറഞ്ഞാൽ പെരുമിഴക്കാലത്തിലെ കഥാപാത്രമായിരുന്നു. ഒരു ക്യാരക്ടറായിരുന്നു. സേതുരാമൻ എന്നാണെന്ന് എനിക്ക് ഓർമ്മയാണ് ആ ക്യാരക്ടറിൻ്റെ പേര്. ഉള്ള രംഗങ്ങളിൽ പെർഫോം ചെയ്യാനുണ്ട്, തന്നെയല്ല ശ്രദ്ധിക്കപ്പെടുന്ന കഥാപാത്രമായിരുന്നു. പിന്നെ ഒരുപാട് സിനിമകളിൽ ഇപ്പോൾ നമ്മൾ മീനത്തിൽ താലികെട്ട് അല്ലെങ്കിൽ സ്പീഡ് ട്രാക്ക് ഇങ്ങനെ പോലുള്ള കുറേ സിനിമകളിൽ ഭാഗമായിട്ടുണ്ടെന്നല്ലാതെ എടുത്തു പറയത്തേക്ക് ഒരു കഥാപാത്രം കിട്ടിയിട്ടില്ല. ഇപ്പോൾ ഈ പറഞ്ഞ JSK എന്ന് പറഞ്ഞ സിനിമയിൽ നല്ല വേഷമാണ്. നല്ല വേഷമാണ്. എങ്ങനെയായിരുന്നു സീരിയലുകളുടെ രംഗത്തേക്ക് താങ്കൾ വരുന്നത്? അതേക്കുറിച്ച് പറയാം. 90കളുടെ അവസാനമാണ്. സതീഷ് അനന്തപുരി എന്ന് പറഞ്ഞ ആളായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു സീരിയലിൽ ദൂരദർശനിലാണ് ഞാൻ ആദ്യമായിട്ട് അഭിനയിക്കുന്നത്. അത് AD 2000 എന്ന് പറഞ്ഞ സീരിയലിൻ്റെ പേര്. അത് കഴിഞ്ഞ് എൻ്റെ ഒരു തുടർച്ചയായിട്ട് പിന്നെ പല നിരവധി സീരിയലുകളല്ലേ? നിരവധി സീരിയലുകളിൽ വളരെ പ്രാധാന്യമുള്ള വേഷങ്ങൾ താങ്കൾക്ക് കിട്ടി. അതുപോലെ നല്ല തിരക്കഥകൾക്ക് വേഷം നൽകാൻ കഴിയും അല്ലേ? അതെന്നെ ഒരു മടിയനാക്കിയോ എന്നൊരു സംശയമുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു സ്വാഭാവികമായിട്ടും ഒരു ആക്ടറെ സംബന്ധിച്ച് നല്ല കഥാപാത്രങ്ങളും നല്ല ഇതും കിട്ടുമ്പോൾ നമ്മളതിനകത്ത് സ്റ്റിക്ക് ഓൺ ചെയ്തു പോകും. മാത്രമല്ല നല്ല പ്രതിഫലവും കിട്ടി തുടങ്ങിയാൽ വലിയ പ്രതിഫലത്തേക്കാൾ കൂടുതലായിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു തൊഴിലിനോടുള്ളൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ. നേരെ മറിച്ച് നമ്മളൊരു സിനിമയിൽ പോയിട്ട് ഒരു 100 സിനിമയിൽ നമ്മൾ അഭിനയിച്ചു, പക്ഷേ ആ 100 സിനിമയിലും നമുക്ക് ഒരാളോടും പറയാൻ പറ്റുന്ന ഒരു കഥാപാത്രമായിരിക്കില്ല. നേരെ മറിച്ച് ഒരു സിനിമയിൽ അഭിനയിച്ചാൽ മതി, ഒരു രംഗത്ത് അഭിനയിച്ചാൽ മതി. ഇപ്പം അശോകേട്ടൻ എന്ന് പറയുന്ന നമ്മുടെ നടൻ അശോകൻ, അദ്ദേഹം അഭിനയിച്ചിട്ടുള്ള ഹലോ ഒരു സീനേ ഉള്ളൂ. അദ്ദേഹം അഭിനയിച്ചിട്ടുള്ള ഓട്ടോ 1-2 സീനേ ഉള്ളൂ. അദ്ദേഹം അഭിനയിച്ചിട്ടുള്ള സ്ഫടികം 1-2 സീനേ ഉള്ളൂ. ആ പെങ്ങളെ കിട്ടാൻ വരുന്ന ആൾ. പക്ഷേ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ക്യാരക്ടർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മനസ്സിലായില്ലേ? അപ്പം അതൊരു ഭാഗ്യമാണ്. അങ്ങനെ ക്യാരക്ടർ കിട്ടിയിട്ടേ നമുക്ക് സിനിമയിൽ ചെയ്തിട്ട് കാര്യമുള്ളൂ. നമുക്ക് അടുത്തൊരു ഗാനത്തിലേക്ക് പോയാലോ ഇനി? ഇന്നത്തെ റിലവൻ്റ് ആയിട്ടുള്ളൊരു വളരെ പ്രധാനപ്പെട്ടൊരു ഗാനം വർഷങ്ങൾക്ക് മുമ്പ് ശ്രീ വയലാർ എഴുതിയ ഒരു ഗാനമാണ്. മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു. വർഷങ്ങൾക്ക് മുമ്പത്തെ അദ്ദേഹത്തിന് ദീർഘവീക്ഷണം ഒന്ന് ആലോചിച്ച് നോക്കൂ. വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം എഴുതിയതാണ് ആ ഗാനം. ഇന്ന് ശരിക്കും പറഞ്ഞാൽ വളരെ റിലവൻ്റ് ആയിട്ടുള്ളൊരു ഇഷ്യൂ ആണത് അല്ലേ? യേശുദാസ് എപ്പോഴും പാടാറുള്ള പാട്ടുമാണ്. അതെ, അതെനിക്ക് വലിയ ഇഷ്ടപ്പെട്ടൊരു പാട്ടാണ്. അച്ഛനും പാപ്പയും എന്ന ചിത്രത്തിലെ ആ ഗാനം അല്ലേ? അതെ. എങ്ങനെയാണ് സംഗീതത്തോടുള്ള താല്പര്യം? പാട്ട് പാടാൻ കഴിയുമോ താങ്കൾക്ക്? പാട്ട് പാടും എന്ന് പറയുന്നത് നമ്മൾ പിന്നെ വീട്ടിലേക്ക് നമ്മുടെ കൂടെയുള്ള അത്ര അടുപ്പമുള്ള ആൾക്കാരുടെയൊക്കെ കൂടെ ഇരുന്ന് എന്തെങ്കിലും പാടുന്ന പറഞ്ഞല്ലാതെ നമുക്ക് പാട്ട് പാടാനുള്ള എന്നാൽ താളബോധമുണ്ട്, അത്യാവശ്യം പാടും. പഠിച്ച വ്യക്തിയാണല്ലോ. അതെ, താളബോധമുണ്ട്, അത്യാവശ്യം പാടും. എങ്കിൽ പോലും എൻ്റെ ശബ്ദം വെച്ച് ഒരു നല്ല പാട്ടുകാരനാണെന്ന് എനിക്ക് തോന്നിയിട്ടേ ഇല്ല. എൻ്റെ ഭാര്യ നന്നായിട്ട് പാടും. അവൾ പിന്നെ സംഗീതം പഠിച്ചിട്ടുണ്ട്. നമ്മുടെ ARൽ തന്നെ നമ്മൾ പല ഇതിനും പ്രോഗ്രാമുകളിലും പങ്കെടുത്തിട്ടുള്ള ആളാണ്. ഒന്ന് പരിചയപ്പെടുത്താമോ കുടുംബത്തെ? എൻ്റെ വൈഫ് ലക്ഷ്മി എന്നാണ് പേര്. സംഗീതം പഠിച്ചിട്ടുള്ള ആളാണ്, ഹൗസ് വൈഫാണ്. മകള് ആരാധ്യ,
ഇപ്പോൾ 13 വയസ്സ് കഴിഞ്ഞുള്ള ഇനി അടുത്ത 8ാം ക്ലാസ്സിലാണ്. അച്ഛൻ കാനറ ബാങ്കിൽ സീനിയർ മാനേജറായിട്ട് റിട്ടയർ ചെയ്തു. ഇപ്പോൾ വീട്ടിൽ തന്നെയാണ്. 1.5 വർഷം മുമ്പ് എൻ്റെ അമ്മ മരിച്ചുപോയി. എൻ്റെ എല്ലാം എന്ന് പറയുന്നത് അമ്മയായിരുന്നു. എല്ലാ പ്രോത്സാഹനവും അല്ല അല്ലേ? പ്രോത്സാഹനം എന്നല്ല പറയുന്നത്. അത് നമുക്ക് ഒരിക്കലും അതിൻ്റെ ഒരു വിടവ് മാറ്റാൻ പറ്റില്ല. കാരണം എന്ത് പ്രതിസന്ധിയിലും നമുക്ക് ചെന്ന് സംസാരിക്കാനും അതിനുള്ള ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത് അമ്മയായിരുന്നു. ഞാൻ പലപ്പോഴും ആലോചിക്കും, നമ്മൾ സ്റ്റേജിൽ നിന്ന് പെർഫോം ചെയ്യുമ്പോൾ അമ്മ മുൻവശത്തുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്യുന്നത് എന്താണെന്നുള്ളതിനെക്കുറിച്ച് എനിക്ക് കൃത്യമായ റിസൾട്ട് എനിക്ക് എഴുതി കിട്ടും. അത്രമാത്രം പ്രോത്സാഹനമായിരുന്നു അമ്മ. അത് ഈ 1.5 വർഷമായിട്ടുള്ള അതിനൊരു നഷ്ടം. അനുജനുണ്ട്, ഞങ്ങൾ ഒരുമിച്ചായിരുന്നു സിനിമയിലേക്ക് വന്നത്. അനിയൻ പിന്നെ മാറി ബിസിനസ്സായിട്ട് അങ്ങനെ വേറൊരു തരത്തിലേക്ക് പോയി. പക്ഷേ എന്നേക്കാൾ നല്ല നടൻ ഇപ്പോഴും അനിയൻ തന്നെയാണ്. അനിയൻ അഭിനയിച്ചിട്ടുള്ള സിനിമകളിലൊക്കെ നമുക്ക് പലപ്പോഴും നമ്മൾ കാണുമ്പോൾ അറിയാം, വളരെ ഫ്രീ ആയിട്ട് നല്ല രീതിയിൽ അഭിനയിച്ചിട്ടുള്ള സിനിമകളായിരുന്നു. മറുപുറം, പ്രാദേശിക വാർത്തകൾ, ശുഭയാത്ര, അങ്ങനെ കുറേ സിനിമകൾ അഭിനയിച്ചു. മയിൽപ്പീലിക്കാവ് എന്ന് പറഞ്ഞ സിനിമയിൽ തിലകൻ ചേട്ടൻ്റെ കുട്ടിക്കാലം അഭിനയിച്ചത് അനിയനായിരുന്നു, വിക്കനായിട്ട്. ഒരു ക്യാരക്ടറാണത്. അതൊക്കെ നന്നായിട്ട് അഭിനയിച്ച ഒരാളാണ്. പക്ഷേ ഇപ്പോൾ അദ്ദേഹം കലാരംഗത്ത് തുടരുന്നില്ല. ഇല്ല, അനിയനിപ്പോൾ ബിസിനസ്സൊക്കെ ആയിട്ട് അനിയന് 2 കുട്ടികളും ഭാര്യയുമുണ്ട്. ശരി. ഈ സീരിയൽ രംഗത്ത് താങ്കളുടെ ഏറ്റവും മികച്ച സീരിയലുകളെന്ന് താങ്കൾക്ക് തോന്നിയിട്ടുള്ള വേഷങ്ങൾ ഏതെല്ലാമാണ്? എല്ലാ സീരിയലുകളിലെയും കഥാപാത്രങ്ങൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഇഷ്ടപ്പെട്ടാലേ നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ. ജയകാന്തൻ്റെ ഒരു നോവലിൽ താങ്കൾ അതെ സീരിയലാക്കിയപ്പോൾ നല്ല വേഷം കിട്ടിയിട്ടുണ്ട്. നല്ല വേഷമായിരുന്നു അത്. അശ്വിൻ എന്ന് പറഞ്ഞ കഥാപാത്രം, ചില നേരങ്ങളിൽ ചില മനുഷ്യർ എന്നായിരുന്നു അതിൻ്റെ ടൈറ്റിൽ. അത് നല്ല കഥാപാത്രമായിരുന്നു. അതുപോലെ തന്നെ നമ്മൾ കെ സുരേന്ദ്രൻ സാറിൻ്റെ അദ്ദേഹത്തിൻ്റെ 2-3 നോവലിൽ ഞാൻ അഭിനയിച്ചായിരുന്നു. താളം എന്ന് പറഞ്ഞ നോവൽ, അത് സന്ധ്യാരാഗം എന്നായിരുന്നു സീരിയലൈസ് ചെയ്തപ്പോൾ അതിൻ്റെ പേര്. അതേ നോവലിൻ്റെ 2ാം ഭാഗമായിരുന്നു കാട്ടുകുരങ്ങ്. ആ കാട്ടുകുരങ്ങിൽ ഞാൻ ചെയ്ത കഥാപാത്രം എന്ന് പറഞ്ഞാൽ താളത്തിലുള്ള നായകൻ എന്ന് പറഞ്ഞ കഥാപാത്രമാണ് ഞാൻ 2ാമത് ഇതിൽ ചെയ്തപ്പോൾ. അപ്പോൾ 2 ക്യാരക്ടർ ഒരേ നോവലിൻ്റെ 2 ഭാഗത്തിനകത്ത് ഒരു ഭാഗത്തിൽ വില്ലനായിട്ടും ഒരു ഭാഗത്തിലെ നായകനായിട്ടും അഭിനയിക്കാനുള്ള ഭാഗ്യം ഉണ്ടായി. എന്നാലും എനിക്ക് ഇപ്പോഴും എടുത്തു പറയാൻ തോന്നിയിട്ടുള്ള ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത് വീരമാർത്താണ്ഡവർമ്മ എന്ന് പറഞ്ഞ ഒരു സീരിയലിൽ നമ്മൾ ചരിത്രം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ഭ്രാന്തൻ ചാന്നാൻ എന്ന് പറഞ്ഞ കഥാപാത്രമാണ്. നമുക്കറിയില്ല, ബാക്കിയുള്ളതൊക്കെ നമ്മുടെ സൊസൈറ്റിയിലേക്ക് നിൽക്കുന്ന കഥാപാത്രങ്ങളാണ്. കുറച്ചുകൂടെയൊക്കെ നമുക്ക് പലരെയും കണ്ടതായിട്ടും അല്ലെങ്കിൽ ഇപ്പം നമ്മുടെ സമൂഹത്തിൽ നമ്മൾ കാണുന്നതായിട്ടും ഒക്കെ പലതും നമുക്ക് തോന്നും. അല്ലെങ്കിൽ ചില കഥാപാത്രങ്ങൾ നമ്മളായിട്ട് തന്നെ അറിയാതെ നമ്മളിലേക്ക് ഇൻവോൾവ് ആവും. ഇതങ്ങനല്ല, നമുക്ക് അറിഞ്ഞുകൂടാ. അപ്പം നമ്മൾ ഈ പുസ്തകങ്ങളിലൂടെ നമ്മൾ ആ ചരിത്രം വായിച്ചതിൻ്റെ ഒരു അറിവ് വെച്ച് അതിനകത്ത് ഈ ചാന്നാൻ ഒരുപാട് കലാശങ്ങൾ എടുക്കുന്നുണ്ട്. അത് നമുക്ക് എങ്ങനെയാണെന്ന് നമുക്കറിയില്ല, അദ്ദേഹം എങ്ങനെയായിരുന്നു ചെയ്തതെന്നുള്ള കാര്യം. അപ്പോൾ അത് നമ്മുടെ രീതിയിലൊരു ഇംപ്രവൈസേഷൻ അതിനകത്തുണ്ടായിരുന്നു. അത് നമുക്കറിയാത്തൊരു കാര്യമായിരുന്നു. നല്ലൊരു ക്യാരക്ടറായിരുന്നു. എങ്ങനെയാണ് അംഗീകാരങ്ങളുടെയൊക്കെ കാര്യത്തിൽ ജനങ്ങളുടെ സ്നേഹവും അംഗീകാരങ്ങളും അല്ലാതെ അവാർഡുകൾ? അങ്ങനെ അവാർഡുകൾ എന്ന് വെച്ചാൽ ഒരുപാട് അവാർഡുകൾ കിട്ടിയിട്ടുണ്ടായിരുന്നു. സ്റ്റേറ്റ് അവാർഡ് ഒഴിച്ച് ബാക്കിയുള്ള ഒരുപാട് തികൃഷി ഫൗണ്ടേഷൻ, അതുപോലെ തന്നെ അടൂർബാസി ഫൗണ്ടേഷൻ, അങ്ങനെ. ബാലതാരമായിട്ടും താങ്കൾക്ക് അവാർഡുകൾ എന്തെങ്കിലും? ഒന്നും കിട്ടിയിട്ടില്ല. അങ്ങനെ കിട്ടിയിട്ടില്ല. സംസ്ഥാന അവാർഡൊന്നും കിട്ടിയില്ല. ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് എന്ന നിലയിലോ താങ്കൾ തന്നെയാണല്ലോ ശബ്ദവും കൊടുക്കുന്നത്? അല്ല, ഞാൻ അങ്ങനെ അവാർഡുകളൊന്നും കിട്ടിയിട്ടില്ല. മറ്റ് വ്യക്തികൾക്ക് വേണ്ടി ശബ്ദം നൽകാറുണ്ടോ താങ്കൾ? ഒരാൾക്ക് മാത്രം ഞാൻ അങ്ങനെ ശബ്ദം നൽകിയിട്ടുള്ളൂ. അതായത് എന്നെ ആദ്യം സിനിമയിൽ വന്ന മുതൽ മേനോൻ സാറായിരുന്നു അദ്ദേഹമാണ് പറഞ്ഞത് ഡബ് ചെയ്യണം. ഏത് വേഷം ചെയ്താലും അതിനകത്ത് ഡബ് ചെയ്യണം. അവിടെയാണ് നമുക്കൊരു ഐഡൻറ്റിറ്റി ഉണ്ടാകുന്നത്. നമ്മളൊരു ശബ്ദം കേൾക്കുമ്പോൾ അത് ഇന്ന ആളല്ലേ എന്ന് പറയാൻ പാകത്തിന് ഇതുണ്ടാവണം. തന്നെയല്ല, നമുക്ക് വേണ്ടി മറ്റൊരാൾ ഡബ് ചെയ്താൽ നമ്മുടെ ഒരു ഐഡൻറ്റിറ്റി അങ്ങ് നഷ്ടപ്പെടും. അങ്ങനെയാണ് ആദ്യം മുതൽ ഞാൻ എല്ലാ ഇതിനകത്തും ഡബ് ചെയ്തത്. ഒരു സിനിമയിൽ എന്നെ വിളിച്ചിട്ട് ആ സിനിമയിൽ എനിക്ക് അഭിനയിക്കാൻ പറ്റാതെ പോയ ഒരു സിനിമയാണ് മനു അങ്കിൾ. അതിൻ്റെ ഷൂട്ടിങ്ങെല്ലാം കഴിഞ്ഞിട്ട് അതിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ്റെ വർക്ക് വന്നപ്പോഴത്തേക്ക് അതിനകത്ത് ലോദർ എന്ന് പറഞ്ഞ ക്യാരക്ടറിന് വേണ്ടിയിട്ട് എൻ്റെ ശബ്ദം വേണമെന്ന് പറഞ്ഞു. ഞാൻ പോയി അതിനകത്ത് ഡബ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിപ്പോഴും പലരും തെറ്റിദ്ധരിച്ചിരിക്കുന്നത് ഞാനാണ് അഭിനയിച്ചിരിക്കുന്നതെന്നാണ് കേട്ടോ. ശബ്ദം കൊണ്ട് തിരിച്ചറിഞ്ഞിട്ട് പലരും വിചാരിച്ചിരിക്കുന്നത് ഞാനാണ് അഭിനയിച്ചതെന്നാണ്. ഞാനത് നിഷേധിക്കാൻ പോകാറില്ല. നമുക്ക് മറ്റൊരു പാട്ടിലേക്ക് പോയാലോ? ഇനി ശ്രീ ഉണ്ണിമേനോൻ്റെ ഒരു പാട്ടുണ്ട്, ഒരു ചെമ്പനീർ പൂവിൻ്റെ എന്ന് പറഞ്ഞിട്ടൊരു പാട്ടുണ്ട്, സ്ഥിതി എന്ന ചിത്രത്തിൽ. അതെ, സ്ഥിതി എന്ന ചിത്രത്തിൽ. അത് എൻ്റെ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ആ പാട്ട്. അപ്പോൾ അമ്മയുടെ ഓർമ്മയ്ക്കായിട്ട് എനിക്ക് ആ പാട്ട് വേണം. ഉണ്ണിമേനോൻ തന്നെയാണ് സംഗീതവും ആലാപനവും അഭിനയവും. അതെ. നമുക്ക് ആ ഗാനത്തിലേക്ക് പോകാം. ഏകദേശം 40 വർഷത്തിന് അടുത്തായി താങ്കൾ ഈ സിനിമ ദൃശ്യമാധ്യമ വേദിയിലുണ്ട് അല്ലേ? വലിയൊരു കാലഘട്ടമായി. മറ്റേതെങ്കിലും മേഖലയിലേക്ക് പ്രവർത്തിക്കണമെന്ന് താങ്കൾക്ക് തോന്നിയിട്ടുണ്ടോ? ഇപ്പോൾ സിനിമയുടെ പിന്നാമ്പുറം ഒരുപാട് അറിയാം താങ്കൾക്ക്. അപ്പോൾ അങ്ങനെ സംവിധാന മോഹം അങ്ങനെ? ഒരു മോഹമില്ല, എനിക്ക് അഭിനയിക്കണം ഇതേ ഉള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇപ്പോഴത്തെ കുട്ടികൾ അങ്ങനെയല്ല. ഞാനൊക്കെ സിനിമയിൽ വരുന്ന സമയത്ത് സിനിമയെന്ന് പറഞ്ഞൊരു പാഷനായിരുന്നു. അത് ഓരോ കഥാപാത്രങ്ങളിൽ നിന്ന് കിട്ടുമ്പോഴും നമുക്ക് ആ ക്യാരക്ടർ എന്ത് ചെയ്യാം, ക്യാരക്ടറിനകത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നതിനെക്കുറിച്ചും അതിൻ്റെ റൈറ്റേഴ്സും അതിൻ്റെ സംവിധായകരും ഒക്കെ ഞങ്ങളെ പഠിപ്പിച്ചതും ഒക്കെ നമ്മൾ അതായിരുന്നു. നേരെ മറിച്ച് ഇന്നത്തെ കുട്ടികൾ സിനിമയിൽ വരുന്നത് അങ്ങനെയല്ല, അവർ പക്ക പ്രൊഫഷനായിട്ടാണ് വരുന്നത്. ഇതെന്ന് പറയുന്ന ഒരു പലപ്പോഴും അല്ലേ, ഇതൊരു വലിയ ലോകമല്ലേ.
സിനിമ എന്ന് പറയുന്നത് മിനിറ്റിംഗ് മണിയാണ്. അതാണ് ലോകം. പക്ഷെ ഞങ്ങൾ വന്ന ഒരു കാലം അതല്ലായിരുന്നു. അങ്ങനെ പ്രത്യേക പരിശീലനമൊന്നും ഇല്ലായിരുന്നു അല്ലേ? ഇതൊന്നും ഉണ്ടായിരുന്നില്ല. ആ കാലഘട്ടത്തിലല്ലോ നമ്മൾ സിനിമയിലേക്ക് വരുന്നത്. പക്ഷേ ഇന്ന് സിനിമ എന്ന് പറയുന്നത് ശരിക്കും ഒരു വലിയ പ്രൊഫഷനാണ്. അത്രമാത്രം ആളുകൾ ആഗ്രഹിക്കുന്ന സ്ഥലമാണ്. ഞങ്ങളൊക്കെ വരുന്ന സമയത്ത് എത്ര ബാലതാരമുണ്ട്. അതെ, വളരെ കുറച്ച് പേരെ ഉണ്ടായിരുന്നുള്ളൂ. എനിക്ക് മുമ്പ് വന്നിരുന്ന ബൈച്ചേട്ടനായിരുന്നു. ബൈച്ചേട്ടൻ കഴിഞ്ഞതിന് ശേഷം പിന്നെ ചെറിയ വയൽ വലിയ വർത്താനം പറഞ്ഞു വന്ന ഒരാളായിരുന്നു ഞാൻ. അത് കഴിഞ്ഞതിന് ശേഷം ആ ബാലതാരങ്ങളുടെ പ്രസക്തി പിന്നെ പതുക്കെ അങ്ങ് നഷ്ടപ്പെട്ടു. പിന്നെ ഇതുപോലെ ആളുകൾ വന്ന് ഇപ്പോൾ ആളുകൾ ആഗ്രഹിക്കുന്ന ഒരു വലിയൊരു മേഖലയായി മാറി സിനിമ എന്ന് പറയുന്നത്. മത്സരങ്ങൾ കൂടി, പരിശീലനങ്ങൾ വന്നു. ഒരു കഥാപാത്രത്തിനൊന്നും ഒരാളല്ല, 200 പേര് അതിനുവേണ്ടി വെയിറ്റ് ചെയ്യണം ഒരു ക്യാരക്ടറിന് വേണ്ടിയിട്ട്. അത് അത്രമാത്രം മത്സരം നടക്കുന്ന ഒരു വലിയ പ്രൊഫഷൻ, വലിയൊരു സ്ഥലമായി മാറി സിനിമ. ഏതെങ്കിലും ചിത്രത്തിന് വേണ്ടി താങ്കൾ ചില പാട്ട് സീനുകളിലൊക്കെ വന്നിട്ടുണ്ട്, ആദരങ്ങൾ ചലിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? അങ്ങനെ ഒരു പാട്ട് ഓർമ്മയിലുണ്ടോ? ഈ സ്പീഡ് ട്രാക്കിനകത്ത് ഒരു രംഗത്തിനകത്ത്, അതായത് ഒരു ഷോട്ടിൽ മാത്രമേ ഉള്ളൂ, കുറച്ച് ഡാൻസ് ചെയ്യുന്ന ഒരു രംഗം ഉണ്ടായിരുന്നു. അതിനകത്ത് വരികൾ പാടി നൃത്തം ചെയ്ത ഒരു രംഗമുണ്ട്, അത്രയേ ഉള്ളൂ. അതുകൂടാതെ പിന്നെ പണ്ട് ഉണ്ണികളെ ഒരു കഥ പറയാമെന്ന് പറഞ്ഞ സിനിമയിൽ മറ്റേ കളകളമിളകും ഒരു അരുവിയിൽ അലകളിൽ ഒരു കുളിർ ഒരു പുളകം എന്ന് പറഞ്ഞിട്ടൊരു ഇതുണ്ടല്ലോ. പുഞ്ചിരിയുടെ പൂമിഴികളിലുണ്ടൊരു ലോകം. അതെ, അതിനകത്ത് ഞങ്ങൾ കോറസ് ഞങ്ങളെല്ലാവരും കൂടെ ചേർന്ന്, അത്രയേ ഉള്ളൂ. നമുക്ക് ആ പാട്ടിലേക്ക് പോയാലോ? ഇപ്പോൾ പിന്നെ ഉറപ്പായിട്ടും. ആ പാട്ട് എവിടെയായിരുന്നു ശരിക്കും ഷൂട്ടിംഗ് ഒക്കെ? അത് കൊടൈക്കനാലായിരുന്നു. മോഹൻ സാറിൻ്റെ വരികളും. അതെ അതെ അതെ. ശരിക്കും മനസ്സിലെ ഏറ്റവും ഹൃദ്യമായ ഷൂട്ടിംഗ് ഓർമ്മകളുള്ള ചിത്രം ഏതാണ്? വേനൽക്കിനാവ് തന്നെയാണോ? അത് വേനൽക്കിനാവുകൾ ശരിക്കും പറഞ്ഞാൽ അതൊരു എന്താ? അതെ അതെ. കാരണം ഞാൻ സിനിമയിൽ വന്നതിന് ശേഷം ആദ്യമായിട്ടാണ് ഒരു സിനിമയുടെ ലൊക്കേഷനിൽ എൻ്റെ പേരൻസ് ഇല്ലാതെ പോകുന്നത്. തനിയെ പോകുന്നത് സ്വാതന്ത്ര്യം കിട്ടി. ഒന്നാമത്തെ കാര്യം, കഥാപാത്രങ്ങളെല്ലാം അതുപോലത്തെ പിള്ളേരാണ്. ഞങ്ങളൊരു 3-4 ചെറുപ്പക്കാർ, സുധീഷ്, കൃഷ്ണപ്രസാദ്, സുധീഷ് ശങ്കർ. ഞാൻ ആദ്യം ചേരുന്ന കഥാപാത്രം ചെയ്തത് ഗിരീഷ് എന്ന് പറഞ്ഞ ആളാണ്. ഒരു പ്രായത്തിൽ നമ്മൾ ചില കാര്യങ്ങൾ ആഗ്രഹിക്കും. അതിൽ പല കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒന്ന് സിഗരറ്റ് വലിക്കുക എന്ന് പറയുന്നത് വലിയ ആൾക്കാരൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അത് മോശമായ പ്രവൃത്തിയാണെങ്കിലും എല്ലാവരും പറയുന്നുണ്ടെങ്കിലും ഇതൊന്നും ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടാവില്ലേ? ആ സമയത്താണ് ഒരു സിനിമയിൽ നമ്മളെ വിളിച്ചിട്ട് അങ്ങനത്തെ ഒരു കഥാപാത്രം കിട്ടുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളത് ആഗ്രഹിച്ചു. അപ്പോൾ ഞങ്ങൾ വിചാരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളെല്ലാവരും ആ ഷൊർണൂർ ഗസ്റ്റ് ഹൗസിൽ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ഇതിൻ്റെ പ്രാക്ടീസ്, നാളെ സിനിമയിൽ അഭിനയിക്കുന്ന സമയത്ത് ഇത് രംഗം അഭിനയിക്കാൻ വേണ്ടിയിട്ട് സിഗരറ്റ് വലിച്ചാൽ എങ്ങനെ ഇരിക്കും എന്നറിയാൻ വേണ്ടി ഞങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നു. അതൊരു കെയർ ഓഫ് ആണ്. പറഞ്ഞല്ലേ. പിന്നെ ഇതേപോലെ ഷൂട്ടിംഗ് നടക്കുന്ന സമയത്ത് ബിയർ ഒഴിച്ചിട്ട് വയ്ക്കുന്ന ഷോട്ടിന് വെറുതെ സ്കിപ്പ് ചെയ്യുന്നേ ഉള്ളൂ. ഷോട്ട് കഴിഞ്ഞിട്ട് സാർ അങ്ങോട്ട് പോയിട്ട് ലൈറ്റപ്പ് കൊണ്ട് മാറിയിട്ട് തിരിച്ചു വരുമ്പോഴത്തേക്ക് അതിനകത്ത് തീർന്നിരിക്കും. സാർ 2-3 പ്രാവശ്യം ഇത് ശ്രദ്ധിച്ചു. സേതുമാൻ സാറൊന്നും പറഞ്ഞില്ല, എൻ്റെ അടുത്തൊന്നും പറഞ്ഞില്ല. ഇടയ്ക്ക് എൻ്റെ അച്ഛനും അമ്മയും ലൊക്കേഷനിൽ വന്നിരുന്നത്. ലൊക്കേഷൻ വന്ന് സാറിൻ്റെ റൂമിൽ വന്നിട്ട് സാറിനെ കണ്ടപ്പോൾ ഇപ്പം നല്ല മിടുക്കനാണ്, അവനാൾ നന്നായി എല്ലാം അഭിനയിക്കുന്നൊക്കെ ഉണ്ട്, കൊള്ളാം, പക്ഷെ ഒന്ന് ശ്രദ്ധിച്ചോണം അവനെ ഒന്ന് ശ്രദ്ധിച്ചോണം എന്ന് പറഞ്ഞു സാറ്. അല്ല, ഞാൻ പറഞ്ഞല്ല, അത് നമുക്കൊരിക്കലും മറക്കാൻ പറ്റാത്തൊരു ലൊക്കേഷനാണ്. കാരണം നമുക്ക് അതുപോലെ ഫ്രീഡം കിട്ടിയൊരു. മറ്റുള്ള താല്പര്യങ്ങൾ എന്തെല്ലാമാണ് താങ്കൾക്ക്? അഭിനയം എന്ന് പറഞ്ഞു, അതുകൂടാതെയുള്ള താല്പര്യങ്ങൾ എന്തെല്ലാമാണ്? കഥകളിയിൽ താല്പര്യമുണ്ട്, മറ്റ് ഇൻട്രസ്റ്റ്? കോൺട്രാസ്റ്റാണ്. കഥകളിൽ താല്പര്യമുണ്ട്, ക്രിക്കറ്റിൽ താല്പര്യമുണ്ട്. ക്രിക്കറ്റ് കളിക്കുമായിരുന്നോ? ക്രിക്കറ്റ് കളിക്കുമായിരുന്നു വെച്ചാൽ ഞങ്ങളുടെ വീടിനടുത്ത് തന്നെ ഗ്രൗണ്ടുണ്ട്, അവിടെ പോയി ക്രിക്കറ്റ് കളിക്കുമായിരുന്നു. ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കും അവിടെ ചൊല്ലിയാടാൻ വിളിക്കുന്നത്. മറ്റന്നാൾ പ്രോഗ്രാം ആയിരിക്കും, ചൊല്ലിയാടാൻ വിളിക്കും. അപ്പോൾ അവിടെ പോയി ചൊല്ലിയാടും. അപ്പോൾ അങ്ങനത്തെ ഒരു കോൺട്രാസ്റ്റ് ആയിരുന്നു. ഇപ്പോഴും ക്രിക്കറ്റിനോട് കളിക്കുന്നതിനേക്കാൾ കൂടുതൽ ക്രിക്കറ്റ് കാണുന്നതിനോട് താല്പര്യം. രണ്ടും ഭ്രമമാണല്ലോ അല്ലേ? അതെ, കഥകളി ഇതാണ്, ഭ്രമമാണ്. ഇപ്പോഴും ഉണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ സഞ്ചാരം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പല പല സ്ഥലങ്ങളിലേക്ക് പോവുക, അത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പോൾ ഇങ്ങനെ ഷൂട്ടിങ്ങൊക്കെ ആയിട്ട് ഒരുപാട് സ്ഥലങ്ങളിൽ പോകാൻ അവസരവും കിട്ടി കാണും? പിന്നെ ഒരുപാട് അവസരങ്ങൾ കിട്ടിയിട്ടുണ്ട്. പിന്നെ അതല്ലാതെ തന്നെ ഞങ്ങൾ എവിടെയെങ്കിലുമൊക്കെ ട്രിപ്പ് പോകാറുണ്ട് സുഹൃത്തുക്കളുമായിട്ടും ഒക്കെ. മറക്കാനാകാത്ത ഒരു ലൊക്കേഷൻ ഏതായിരിക്കും അങ്ങനെ പോയി കണ്ടിട്ടുള്ള ഒരു സ്ഥലം? അങ്ങനെ നമുക്ക് ഒരു ലൊക്കേഷൻ ആയിട്ട് പറയാൻ പറ്റില്ല. നമുക്ക് ഏറ്റവും പ്രധാനം വെച്ച് കഴിഞ്ഞാൽ അറിയോ, നമ്മുടെ വീട്ടിൻ്റെ അടുത്ത് തന്നെ ഇഷ്ടംപോലെ നല്ല സ്ഥലങ്ങളുണ്ട്. നമ്മൾ പോയിട്ട് പല പല വലിയ ദൂരയുള്ള സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് നമ്മൾ പറയും അതൊക്കെ അവിടെ പോയിട്ട് അത് കാണണം ഇത് കാണണം എന്നൊക്കെ. ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്, നമ്മുടെ വീട്ടിൻ്റെ അടുത്ത് തന്നെ ആണ് വലിയൊരു ക്ഷേത്രം, ശ്രീപത്മനാഭൻ്റെ ക്ഷേത്രം നിൽക്കുന്നത്. ആ ക്ഷേത്രത്തിൽ കയറാത്ത ഒരുപാട് ആൾക്കാർ അതിന് ചുറ്റും താമസിക്കുന്നുണ്ട്. പറഞ്ഞാൽ വിശ്വസിക്കില്ല. എന്നാൽ അവർ ഗുരുവായൂർ കണ്ടിട്ടുണ്ട്, അവർ വേറെ പല ക്ഷേത്രങ്ങളിലും പോയിട്ടുണ്ട്. തൊട്ടടുത്ത് കിടക്കുന്ന സ്ഥലങ്ങൾ പലരും കണ്ടിട്ടില്ല. നമുക്ക് അടുത്ത് തന്നെ ഇഷ്ടംപോലെ സ്ഥലങ്ങൾ നമുക്ക് കാണാനുണ്ട്. ഇനിയും പോകണം എന്നുള്ള ആഗ്രഹിക്കുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട്. എനിക്കിഷ്ടമാണത്. അങ്ങനെ സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്ത് പോകാറുണ്ട്? അതെ, പോകാറുണ്ട്. ഈ അഭിനയവും അതോടൊപ്പം കളിയും ഒക്കെ നടക്കുമ്പോൾ പഠിത്തം എങ്ങനെയായിരുന്നു? പഠനം ഭയങ്കര പോറായിരുന്നു. തുടരാൻ പറ്റിയോ ശരിക്കും? പഠിത്തം തുടരാന്ന് വെച്ച് കഴിഞ്ഞാൽ പഠിത്തമൊക്കെ എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോയെന്നല്ലാതെ. കോളേജ് പഠനം? കോളേജ് പഠനം വേറെ വാനസിലായിരുന്നു. അത് വാനസിൽ അഡ്മിഷൻ കിട്ടുന്നത് തന്നെ
ഞാൻ സ്കൂളിലും എൻ്റെ കഥകളിക്കും കഥകളി ഗ്രൂപ്പും മോഹിനിയാട്ടത്തിനൊക്കെ പ്രതിനിധീകരിച്ച് ഞങ്ങൾ കലോത്സവങ്ങളിൽ പോകാനും ഡിസ്ട്രിക്ട് ലെവലിലേക്ക് ഏറ്റവും കൂടുതൽ പോയിന്റ് നേടിയ ഒരു വ്യക്തി എന്നൊക്കെ രീതിയിലുള്ള റെക്കമെൻഡേഷൻ കൊണ്ട് അന്ന് TM ജേക്കബ് സാറായിരുന്നു മിനിസ്റ്റർ. അദ്ദേഹത്തിൻ്റെ റെക്കമെൻഡേഷനിലാണ് ഇവാനസിൽ അഡ്മിഷൻ കിട്ടുന്നത്. പക്ഷേ ഇവാനസിന് വേണ്ടിയിട്ട് ഞാൻ യൂണിവേഴ്സിറ്റി കലോത്സവത്തിന് ഇതേപോലെ തന്നെ കഥകളിക്കും ഇതിനൊക്കെ എനിക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനും സമ്മാനങ്ങൾ നേടാനും ഒക്കെ സാധിച്ചു. മാരവാൻസ് കോളേജിനെ നമുക്ക് ഓവറോൾ ചാമ്പ്യൻഷിപ്പ് നേടാൻ സാധിച്ചു. അതൊക്കെ സാധിച്ചിട്ടുണ്ട്. പക്ഷേ പഠിത്തത്തിൻ്റെ കാര്യം വളരെ വീക്കായിരുന്നു. അതുകൊണ്ട് പിന്നെ അങ്ങനെ തുടർന്ന് പോയില്ല. ഡിഗ്രി കഴിഞ്ഞ ശേഷം പിന്നെ അങ്ങനെ അതിനത് മറ്റൊരു ജോലി എന്നൊരു സ്വപ്നം ഉണ്ടായിരുന്നില്ലേ? അപ്പോൾ ഒരിക്കലുമില്ല. അഭിനയം തന്നെയായിരുന്നു നമ്മുടെ, അങ്ങനെയുള്ള ആഗ്രഹങ്ങളില്ലായിരുന്നു. അപ്പോൾ ഇനി ഒരു വേഷം അതല്ലെങ്കിൽ അങ്ങനെ ഒരു അഭിനയ മോഹം എന്താണ് മനസ്സിലുള്ളത്? എനിക്ക് കുറച്ചുകൂടെ മലയാള സിനിമയിൽ സജീവമാണെന്നുള്ള ആഗ്രഹമുണ്ട്. എനിക്ക് ഈ സിനിമ റിലീസ് ചെയ്താൽ അത് സാധിക്കും എന്നുള്ളൊരു വിശ്വാസമുണ്ട്. കുറേ ആളുകൾ ഇപ്പോഴും പറയാറുണ്ട്, ഫേസ്ബുക്കിലും അല്ലെങ്കിൽ ഇൻസ്റ്റയിലൊക്കെ നമ്മൾ ഒരു പോസ്റ്റ് ഇടുമ്പോൾ പല ആൾക്കാരും പറയുന്നത്, നിങ്ങൾ ബാലതാരമായിട്ട് വന്നപ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് പ്രതീക്ഷയുണ്ടായിരുന്നു. തീർച്ചയായും സിനിമയിലേക്ക് നിങ്ങൾ എത്തിയില്ല, നിങ്ങൾ ടെലിവിഷനിൽ മാത്രം ഒതുങ്ങിപ്പോയി, നിങ്ങൾ സിനിമയിലേക്ക് തിരിച്ചു വരണമെന്ന് അങ്ങ് ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് നല്ല വെൽവിഷസ് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പം സിനിമയിലേക്ക് വീണ്ടും സജീവമാണെന്നുള്ള വലിയ ആഗ്രഹമുണ്ട്. അത് സാധിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. തീർച്ചയായും അത് നടക്കട്ടെ എന്നാണ് ആശംസ. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം ചോദിക്കാൻ വിട്ടുപോയി. താങ്കൾ ചില മാധ്യമങ്ങൾക്ക് വേണ്ടിയിട്ട്, എനിക്ക് തോന്നുന്നു മോഹൻലാലിനെ കുറിച്ച് ഇത്രയും ദീർഘമായ ഒരു അഭിമുഖ പരമ്പര നടത്തിയ മറ്റൊരു വ്യക്തി ഉണ്ടാവില്ല. അതേക്കുറിച്ചൊന്ന് പറയാമോ? ആ അനുഭവം എന്ന് പറയുന്നത്, അതിൻ്റെ കൺസെപ്റ്റ് ഉണ്ടാക്കിയിരുന്നത് അതിന് കൃഷ്ണസാഗർ എന്ന് പറഞ്ഞ എൻ്റെ പ്രൊഡ്യൂസറാണ്. ഒന്നാമത്തെ കാര്യം, നമ്മൾ ഈ സ്കൂൾ കോളേജ് കാലയളവിൽ ഏറ്റവും കൂടുതൽ ആരാധിച്ചിരുന്നത് ഈ മനുഷ്യരാണ്. കാരണം നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മളെപ്പോലൊരു സാധാരണക്കാരനായിട്ട് പലപ്പോഴും തോന്നിയിട്ടുള്ള ഒരാളാണ്. പിന്നെ ഹ്യൂമർ, കോമഡി ആണെങ്കിലും അതല്ലെങ്കിൽ ആക്ഷൻ ആണെങ്കിലും ഒക്കെ നമുക്ക് അന്നത്തെ നമ്മുടെ ഹീറോ എന്ന് പറയുന്നത് ഇദ്ദേഹമാണല്ലോ. അപ്പോൾ അതേപോലൊരാളായിരുന്നു ഈ കൃഷ്ണസാഗർ. അപ്പോൾ അദ്ദേഹത്തിനോടുള്ളൊരു വലിയ താല്പര്യമായിരുന്നു. അതിനകത്തുണ്ടായിരുന്ന ഒരു കണ്ടൻറ്റ് ഭയങ്കര നല്ലതായിരുന്നു. എല്ലാവരും മോഹൻലാലിൻ്റെ സിനിമകൾ, ഈ സിനിമയെക്കുറിച്ചാണ് ആൾക്കാർ പറയാറുള്ളത്. ഈ സിനിമയിലില്ലാത്ത ലാലേട്ടൻ എന്താണെന്നുള്ളതിനെക്കുറിച്ചായിരുന്നു ഞങ്ങളുടെ ഒരു ഗവേഷണം. അപ്പോൾ പലരും വന്ന് പറഞ്ഞ പല കാര്യങ്ങളും നമ്മളെ അതിശയിപ്പിക്കുന്ന പല കാര്യങ്ങളുമാണ്. അദ്ദേഹത്തിൻ്റെ കെയറിങ്, അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്നുള്ള അനുഭവങ്ങൾ, സിനിമയ്ക്കകത്ത് അഭിനയിക്കുമ്പോഴുള്ള അനുഭവങ്ങളല്ല, അതല്ലാതിരിക്കുന്ന സമയങ്ങളുള്ള വ്യക്തി എന്ന നിലയിൽ അദ്ദേഹവുമായിട്ടുള്ള അനുഭവങ്ങൾ, അതൊരു നല്ല അനുഭവമായിരുന്നു. ലാലേട്ടനുമായിട്ട് ഞങ്ങളത് സംസാരിച്ചിട്ട് 100-300 എപ്പിസോഡ് കഴിഞ്ഞതിന് ശേഷം വലിയൊരു ഇവൻ്റായിട്ട് നടത്തണമെന്നായിരുന്നു ആഗ്രഹിച്ചിരുന്നത്. പക്ഷേ നിർഭാഗ്യവശാൽ നമ്മുടെ അതിൻ്റെ പ്രൊഡ്യൂസർ ഒരു ആക്സിഡൻറ്റിൽ പെട്ട് അദ്ദേഹം മരണപ്പെട്ടു. അതിനുശേഷം അത് നിന്നുപോയി. പക്ഷെ ഒരുപാട് എപ്പിസോഡുകൾ അതുണ്ടായിട്ടുണ്ട്. 120 പേരോളം നമ്മൾ അതിനകത്ത്, ഒരുപാട് പേരുടെ അനുസ്മരണങ്ങൾ അല്ലേ ഉണ്ട്. അത് ഒരുപാട് പേരുണ്ട്. അതാണ് അവിടെയാണ് നമുക്ക് ഒരു വ്യക്തിയെക്കുറിച്ച് നമുക്ക് പലപ്പോഴും നമ്മൾ മറ്റൊന്നിലെ കഥാപാത്രങ്ങളിലൂടെയല്ലേ നമുക്ക് ആരാധിക്കുന്നത്. കഥാപാത്രങ്ങൾക്കപ്പുറം ഒരു വ്യക്തിയോടുണ്ടാകുന്ന നമ്മുടെ ബഹുമാനവും സ്നേഹവും ഒക്കെ നമുക്ക് തോന്നിയത് ഈ ഇൻ്റർവ്യൂകളിലൂടെ. ഒരുപക്ഷെ വേണമെങ്കിൽ ഒരു പുസ്തകം എഴുതാനുള്ള വിവരങ്ങൾ യദു സമാഹരിച്ചു കാണും. ഉറപ്പായിട്ടും അത്തരത്തിലൊന്ന് ചിന്തിച്ചൂടെ? അത് ചിന്തിക്കാവുന്നതാണ്. കാരണം അത്ര ഒരുപാട് പേരുടെ ഓരോ ആൾക്കാരും പറഞ്ഞത് ഓരോ അനുഭവങ്ങളാണ്. ഭയങ്കര രസകരമാണത്. ഏതെങ്കിലും ഒരു അനുഭവം നമ്മുടെ ശ്രോതാക്കൾക്ക് വേണ്ടി പങ്കുവയ്ക്കാൻ കഴിയും? അപ്പോൾ അങ്ങനെ ഒരുപാടുണ്ട്. അതിനകത്ത് ഇപ്പോൾ ഒരാൾ പറഞ്ഞത്, എനിക്ക് ആരാണെന്ന് എനിക്ക് ഓർമ്മയില്ല, ഒരു ക്യാമറമാൻ S. കുമാർ ഏട്ടനാണോ അതോ ആരാണോ പറഞ്ഞതെന്നില്ല, ഒരു ഷോട്ട് വയ്ക്കുന്ന സമയത്ത് ഒരു ഷോട്ട് വയ്ക്കുമ്പോൾ ആ ഷോട്ടിന് ഒരു ചെടിയുടെ ഇലയാണ് ബുദ്ധിമുട്ടെങ്കിൽ ആ ഷോട്ടിനകത്ത് ആ ഷോട്ടിൻ്റെ ബുദ്ധിമുട്ടാണ് ഇലയെങ്കിൽ സാധാരണ ആൾക്കാർ നേരെ പോയിട്ട് ആ ഇലയും മുറിച്ചുകളയും. അപ്പോൾ അദ്ദേഹം പറയാറുള്ളത് വെച്ച് കഴിഞ്ഞാൽ, എന്തിനാണ് അതിനെ നോവിക്കുന്നത്? നമുക്ക് കുറച്ചൊന്ന് ഷോട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചാൽ പോരെ, എന്തിനാ ചെടിയെ നോവിക്കേണ്ട കാര്യം എന്താണ്? അതൊരാളുടെ അനുഭവം. വേറൊരാൾ പറഞ്ഞത് നമ്മുടെ ചെറിയാൻ കൽപ്പവാടി, അദ്ദേഹം റൈറ്ററാണ്. അദ്ദേഹം പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ, അദ്ദേഹത്തിൻ്റെ മുറിയിൽ ഒരുമിച്ച് താമസിക്കുന്ന സമയത്ത് ഇദ്ദേഹം രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ഇദ്ദേഹം വിളിക്കാണ്ട് എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്ത് ചായയിട്ട് കാപ്പിയിട്ട് എല്ലാ കാര്യങ്ങളും വന്നിട്ട് എല്ലാം കഴിഞ്ഞതിന് ശേഷം ഇദ്ദേഹം എണീറ്റ് വരാൻ വേണ്ടി കാത്തിരിക്കും. അത്ര കെയറിങ്ങാണ് അദ്ദേഹത്തിന്. അത്രമാത്രം കെയർ ചെയ്താണ് ഒരാളെ സ്നേഹിക്കുന്നത്. വേണുചേട്ടൻ പറഞ്ഞത്, ലാലേട്ടൻ്റെ ലൊക്കേഷനിൽ പോകാന്ന് പറഞ്ഞാൽ അതൊരു ഉത്സവത്തിന് പോകുന്നവരാണ്. അല്ലല്ല, നെടുമുടി വേണുചേട്ടൻ പറഞ്ഞത് അതൊരു ഉത്സവമാണ്. നമ്മളവിടെ ചെല്ലുന്നു കഴിഞ്ഞാൽ അതൊരു ഉത്സവമാണ്. മോഹൻലാലിൻ്റെ സിനിമയോ ഒരു ഉത്സവത്തിന് പോകുന്നു. അതാണ് അങ്ങനെ ഓരോ ആൾക്കാരുടെ എക്സ്പീരിയൻസ് ഭയങ്കര. എന്തായാലും അതിലൂടെയാണ് പെട്ടെന്ന് യദുവിനെ കണക്ട് ചെയ്യാൻ, മോഹൻലാലുമായി കണക്ട് ചെയ്യാൻ. അല്ലാതെ എന്നെ ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ട് കേട്ടോ. പലരും എൻ്റെ അടുത്ത് പറയാറുണ്ട്, നിങ്ങൾ ലാലേട്ടനെ ഇമിറ്റേറ്റ് ചെയ്യുന്നില്ലേ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പം ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്, ശരിയാണ്, ചിലപ്പോൾ ഉണ്ടാവാം. കാരണം നമ്മുടെ മുമ്പിൽ കണ്ടിരിക്കുന്ന ഒരാളാണ്. ആകാശവാണി താങ്കൾ ഏതെങ്കിലും വിധത്തിൽ താങ്കളുടെ കലാപ്രവർത്തനങ്ങളെ സ്വാധീനിച്ചിട്ടുണ്ടോ? കലാപ്രവർത്തനത്തിനല്ല, എന്നെ എല്ലാ ദിവസവും എന്നെ സ്വാധീനിക്കുന്ന ഒരാളാണ് ആകാശവാണി. അനന്തപുരി FM കേൾക്കാത്തൊരു ദിവസം പോലും നമുക്കില്ല. ഞാനെവിടെ പോയിരുന്നാലും എൻ്റെ വണ്ടിയിൽ ഞാൻ കേട്ടുകൊണ്ടിരിക്കുന്ന അനന്തപുരി FM ആണ്. കാരണം വളരെ ക്രിയേറ്റീവായിട്ടുള്ള പ്രോഗ്രാംസാണ്. പലതും ക്രിയേറ്റീവായിട്ടുള്ള കുറേ പ്രോഗ്രാമുകളുണ്ട്. രാവിലെ മുതൽ അങ്ങോട്ട് ഒരുപാട് നല്ല പ്രോഗ്രാമുകളുണ്ട്. പിന്നെ നല്ല പാട്ടുകൾ, പഴയ പാട്ടുകൾ, ഇതൊക്കെ. പിന്നെ സമാധാനമുണ്ട്. അതുകൊണ്ട് എന്നെ ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ട്.
നല്ല വാക്കുകൾക്ക് വളരെ നന്ദി. എന്തായാലും തിരക്കിനിടയിലും ആകാശവാണിയിൽ വന്ന് ഇത്രയും സമയം ചെലവഴിച്ചതിന് പ്രത്യേകം നന്ദി പറയുന്നു. താങ്കളുടെ സർഗാത്മക പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ ആശംസകളും മേൽക്കുമേൽ അഭിവൃദ്ധി ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്. അപ്പോൾ ആകാശവാണിയുടെ എല്ലാ ശ്രോതാക്കളോടും എനിക്ക് പറയാനുള്ളത്, നമുക്ക് 5 വർഷത്തിന് ശേഷം കിട്ടിയിരിക്കുന്ന ഒരു വലിയ അവസരമാണിത്. നമ്മുടെ വിരലുകളിലൂടെ വേണം അടുത്ത നമ്മൾ ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കാൻ. അതുകൊണ്ട് ഇത് കേട്ടോണ്ടിരിക്കാന്നല്ല, ഇതെല്ലാം കേട്ട് കഴിഞ്ഞിട്ട് നിങ്ങളെല്ലാവരും പോയിട്ട് നിങ്ങളുടെ വോട്ട് രേഖപ്പെടുത്തി അടുത്തൊരു ഭരണത്തിന് വേണ്ടിയിട്ട് ഉള്ള നിങ്ങളുടെ അവകാശം നിർവഹിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും പ്രോത്സാഹനം ഉണ്ടാവണമെന്നും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു. നന്ദി, നമസ്കാരം. ചലച്ചിത്ര സീരിയൽ താരം യദു കൃഷ്ണൻ അതിഥിയായി പങ്കെടുത്ത ഞാൻ എന്റെ പ്രിയഗാനങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഞാൻ എന്റെ പ്രിയഗാനങ്ങൾ നിർവഹണം MV ശശികുമാർ, നിർവഹണ സഹായം വിനോദ് കല്ലറ.